നിങ്ങളിൽ എത്ര പേര് ഈ ന്യൂസ് അറിഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇത് ലോകമെമ്പാടും അറിയണമെന്നാണ്. കാര്യം ഇതുപോലുള്ള സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നമ്മുടെ ലോകത്ത്, നമ്മുടെ നാട്ടിൽ തന്നെ നടന്നു വരുന്നുണ്ട്. നമ്മളിൽ പലരും അത് അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഒരു അവയർനെസ് ആയിട്ട് കൂട്ടിയാൽ മതി. പലരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുട്ടികളെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളത്. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? കഴിഞ്ഞ ദിവസം 13 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മൈനർ ആയിട്ടുള്ള ഒരു കുട്ടിയെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ തട്ടിക്കൊണ്ടുപോയി. തട്ടിക്കൊണ്ടുപോകുക മാത്രമല്ല അങ്ങേര് ചെയ്തത്, ഒരു ഹോട്ടൽ ഉടമയ്ക്ക് ആ കുട്ടിയെ വിറ്റു. ആ ഹോട്ടൽ ഉടമ എന്താ ചെയ്തതെന്നറിയാവോ? ഈ കുട്ടിയെ പല പല ഹോട്ടലിലേക്ക് വിടുകയും അവിടെ വെച്ചിട്ട് 30-ലധികം ആൾക്കാർ ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. ഈ കുട്ടി വിവരങ്ങളൊന്നും വെളിയിൽ അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും വെളിയിൽ ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടും ഇവരെന്താ ചെയ്തതെന്നറിയാമോ? കുട്ടിക്ക് മദ്യം കൊടുത്ത് ഈ കുട്ടിയെ അബോധാവസ്ഥയിലാക്കി. പക്ഷെങ്കിൽ ഇത് വെളിയിൽ അറിയുകയും ഈ കുട്ടിയെ ഹോസ്പിറ്റലിലാക്കുകയും ചെയ്തു. ഇപ്പോൾ ഒരാഴ്ചയിലധികമായിട്ട് ഈ കുട്ടി ഹോസ്പിറ്റലിൽ തുടർന്ന് വരികയാണ്. പക്ഷെങ്കിൽ വേറൊരു കാര്യം എന്താണെന്നറിയോ? ഈ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള വ്യാജമായ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട്. ഇത് നടന്നത് വേറെ എവിടെയല്ല, നമ്മുടെ ഇന്ത്യയിലെ രാജസ്ഥാനിലെ ശ്രീഗംഗാനഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടന്നത്. ഈ കേസിന്റെ ഭാഗമായിട്ട് 14 പേരിലധികം ആൾക്കാരെ കുറ്റകൃത്യത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവും. വനിതാ കമ്മീഷനൊക്കെ ഇടപെട്ടിട്ട് 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് വരണമെന്നുള്ള ഒരു തീരുമാനത്തിലൊക്കെയാണ് എത്തിയേക്കുന്നത്. പക്ഷെ മനുഷ്യരുണ്ടല്ലോ, ഈ ന്യൂസിനെ വളച്ചു തിരിച്ച് ആ കുട്ടി മരണപ്പെട്ടു എന്നുള്ള രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത്. പക്ഷെ ആ കുട്ടി സേഫ് ആയിട്ടുണ്ട്, അവരുടെ വീട്ടുകാരുടെ കൂടെ തന്നെയുണ്ട്, ഇപ്പോഴും കുട്ടി സേഫാണ്. പക്ഷെങ്കിൽ ആ കുട്ടി അനുഭവിച്ച ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് അത് അതിനപ്പുറമായിരിക്കും. ആ കുട്ടി കരയുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. ഇതുപോലെ പല കുട്ടികളും അവരുടെ കുടുംബങ്ങളും പുറത്തു പോലും പറയാതെ അനുഭവിക്കുന്നവരുണ്ട്. ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു ന്യൂസ് ആയിരിക്കും. ഇതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതിൽ അവരനുഭവിച്ച സഫറിങ്ങും സാക്രിഫൈസസും എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് പോലും പറയാൻ വേണ്ടി പറ്റത്തില്ല. ഇതുപോലെ ഒരുപാട് ന്യൂസുകൾ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. പക്ഷെ ചിലത് മാത്രമേ നമ്മൾക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ മൂടപ്പെടുകയാണ്. ഞാൻ പറയുന്നത് മക്കളെ സേഫ് ആയിട്ട് നോക്കുക. ഇന്നത്തെ ഈ കാലത്ത് നമുക്ക് ഒരിടത്ത് പോലും നമ്മൾ സേഫ് അല്ല. ഇപ്പൊ ഇതിന്റെ പേരിൽ എന്തെല്ലാം നടപടി ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റത്തില്ല. കുറ്റകൃത്യം ചെയ്യുന്നവന്മാർ വരെ പുറത്തിറങ്ങിയിട്ട് നല്ല സുന്ദരമായിട്ടാണ് ജീവിച്ചു പോകുന്നത്. വിസ്മയുടെ കേസ് വരെ എടുത്ത് നോക്കിയാൻ വേണ്ടി മനസ്സിലാവും. പീഡിപ്പിക്കപ്പെടുന്നവർ മാത്രം അനുഭവിക്കുകയും പീഡിപ്പിക്കുന്നവന്മാർ ഇന്നും സുഖമായിട്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് വേറൊരു വാസ്തവം. അപ്പം ഇതിന്റെ ആവശ്യമില്ലാത്ത ന്യൂസുകൾ പുറത്തേക്ക് വിടാതിരിക്കുക. ഈ കുട്ടി ഇപ്പോഴും ജീവനോടെ ഉണ്ട്. വെറുതെ ആവശ്യമില്ലാത്ത ന്യൂസുകളാണ് ഇവർ ക്രിയേറ്റ് ചെയ്ത് വിടുന്നത്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേസ് എന്ന് പറയുന്നത്, ഗുജറാത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു കുട്ടിയെ സ്ട്രെച്ചറിൽ കൊണ്ടുവന്ന ഒരു വീഡിയോ എടുത്തിട്ടാണ് ഇവർ ഈ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നത്. അതൊക്കെ വളരെ ക്രിമിനൽ കുറ്റങ്ങളാണ്. ഇപ്പോഴും ജീവനോടിരിക്കുന്ന ഒരു വ്യക്തിയെ മരണപ്പെട്ടു എന്ന് പറയുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. എന്തായാലും ഇതുപോലുള്ള ആവശ്യമില്ലാത്ത ന്യൂസുകൾ പ്രചരിപ്പിക്കാതിരിക്കുക. എല്ലാവരും അവെയർ ആയിട്ടിരിക്കുക. നമ്മുടെ കുട്ടികളെ മാക്സിമം ശ്രദ്ധിക്കുക. നമ്മൾ കുട്ടികളാണെങ്കിൽ പോലും മാക്സിമം ശ്രദ്ധിക്കുക. എല്ലാവരും, എല്ലാ പെൺകുട്ടികളും പുറത്തിറങ്ങുമ്പോൾ ഒരു പെപ്പർ സ്പ്രേ കൊണ്ടുപോയിക്കൊള്ളുക. അതുപോലെ എല്ലാവരും ഒരു സെൽഫ് ഡിഫെൻസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പഠിച്ചിട്ട് വേണം പുറത്തിറങ്ങി നടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ പഠനത്തിന്റെ കൂടെ തന്നെ അവർ സെൽഫ് ഡിഫെൻസ് ആയിട്ട് നടത്താൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ട് പഠിപ്പിക്കുക. കരാട്ടെ, കുങ്ഫു, അതുപോലുള്ള എന്തെങ്കിലും പഠിച്ചു വെക്കുക. ഇത് എന്നായാലും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. വേറൊരു കാര്യം കൂടെ, ഈ കുട്ടിയെ കൊണ്ടുപോയി എന്ന് പറയപ്പെടുന്ന ഹോട്ടലുകളുണ്ടല്ലോ, അതെല്ലാം പോലീസുകാരുടെ നേതൃത്വത്തിൽ തന്നെ ഇടിച്ചു പൊളിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലും നമ്മുടെ കേരളത്തിലും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.